എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഓണം സ്പെഷ്യൽ ചെറുപയർ പരിപ്പ് പ്രഥമനാണ്. കുക്കറിലാണ് പ്രഥമൻ തയ്യാറാക്കിയെടുക്കുന്നത്. തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് പ്രഥമൻ കുടിക്കണമെന്ന ആഗ്രഹം തോന്നുന്ന സമയത്ത് എളുപ്പത്തിൽ കുക്കറിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. സദ്യകളിൽ വിളമ്പുന്ന അതേ രുചിയിലാണ് പ്രഥമൻ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് കുക്കറിൽ പ്രഥമൻ തയ്യാറാക്കിയെടുക്കുന്ന വീഡിയോ കണ്ടുവരാം. പ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 240 മില്ലി കപ്പിൻ്റെ അളവിന് 1 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ആദ്യം പകുതി അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തവണയായിട്ടാണ് വറുത്തെടുക്കുന്നത്. ആദ്യത്തെ പരിപ്പ് അധികം മൂത്ത് വരുന്നവരെ വറുത്തെടുക്കണം എന്നില്ല. രണ്ടാമത്തെ പരിപ്പാണ് നല്ല മൂത്ത് വരുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. ഈ ഒരു രീതിയിലാണ് സാധാരണ സദ്യയിൽ പ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് വറുത്തെടുക്കുന്നത്. ഇങ്ങനെ പരിപ്പ് വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ പായസം കഴിക്കുമ്പോൾ കുറച്ച് പരിപ്പ് കടിക്കാനും കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് അങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ പരിപ്പ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊന്ന് എടുത്തിട്ട് കടിച്ച് നോക്കിയിട്ട് പൊട്ടി വരുന്നുണ്ടെങ്കിൽ ആദ്യത്തേത് ആയിട്ടുണ്ടാവും. ഇതെങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള പരിപ്പ് നല്ല മൂത്ത് വരുന്ന പോലെ വറുത്തെടുക്കാം. ഈ പരിപ്പ് ഒരു ചുവന്ന കളറായിട്ട് വരുന്ന വരെ നമുക്ക് വറുത്തെടുക്കണം. ഇതാ നമ്മുടെ പരിപ്പിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ പരിപ്പ് വറുത്തെടുക്കുന്നത് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ്. ഹൈ ഫ്ലെയിമിലാക്കിയാൽ പരിപ്പ് പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ആദ്യം വറുത്തെടുത്ത പരിപ്പും രണ്ടാമത് വറുത്തെടുത്ത പരിപ്പും. ഇനി പരിപ്പ് കുറച്ച് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. പരിപ്പ് വേവിക്കാനായിട്ട് ഞാനിവിടെ 5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം. 1 കപ്പ് പരിപ്പിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ പരിപ്പ് വെന്ത് കിട്ടും. ചെറുപയർ പരിപ്പ് നന്നായിട്ട് വറുത്തെടുത്തത് കൊണ്ട് നല്ല വേവുണ്ട്. അതുകൊണ്ട് 4 വിസിലിന് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. 4 വിസിലും വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കര ഞാൻ എടുത്തിട്ടുള്ളത് 7 അച്ച് ശർക്കരയാണ്. 1 കപ്പ് ചെറുപയർ പരിപ്പിന് 500 ഗ്രാം ശർക്കരയാണ് കറക്റ്റ് മധുരം. ഇനി ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം. ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുകി വരട്ടെ. 1 കപ്പ് ഒന്നാം പാലും 2 കപ്പ് രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. ഒരു വലിയ തേങ്ങ ചിരകി എടുത്തിട്ട് 1 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്ത് പിഴിഞ്ഞെടുത്തതാണ് ഈ ഒന്നാം പാല്. അതുപോലെ തന്നെ 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്തതാണ് ഈ രണ്ടാം പാല്. നിങ്ങൾ ചെറിയ തേങ്ങ എടുക്കുന്നെങ്കിൽ ഒരു തേങ്ങയും ഒരു തേങ്ങയുടെ പകുതി ഭാഗം എടുക്കാം. ഇതാ ശർക്കര നന്നായിട്ട് തന്നെ ഉരുകി വന്നിട്ടുണ്ട്. ശർക്കര ഉരുകി കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് എങ്കിലും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് പായസം നല്ല രുചി കൂടും. ശർക്കര ഉരുകി വന്നപ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പാടില്ല. കുറച്ച് സമയം അധികം തിളപ്പിക്കണം. ശർക്കരപ്പാനി ഞാനിതാ ഇവിടെ ഒരു 10 മിനിറ്റോളം ഞാനിത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. പരിപ്പിത നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പായസം കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം. അപ്പോഴാണ് പായസത്തിന് നല്ല രുചി കൂടുന്നത്. നമുക്കിനി ഈ സമയത്ത് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ചൂടോടെ തന്നെ ശർക്കരപ്പാനി അരിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ശർക്കരപ്പാനി കിടന്നിട്ട് പരിപ്പ് കുറച്ച് കൂടി ഒന്ന് വെന്ത് വരണം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മൾ ശർക്കര എടുക്കുന്ന സമയത്ത് കുറച്ച് ഡാർക്ക് കളറുള്ള ശർക്കര എടുക്കണം. എന്നാലാണ് നമ്മൾ പായസത്തിന് നല്ല കളറ് കിട്ടുന്നത്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി കിടന്നിട്ട് പരിപ്പ് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള രണ്ടാം പാല് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്
നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. പായസത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കഷ്ണം ചുക്കും 8 ഏലക്ക തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1/4 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ സമയത്ത് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് ഇതിലേക്ക് ചുക്കും ഏലക്കയും ജീരകവും കൂടി പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നേരിട്ട് ചേർത്ത് കൊടുക്കുന്നതിന് പകരം കുറച്ച് തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുത്താൽ നല്ലത്. ഇത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ടാം പാൽ ചേർത്തിട്ട് പായസം ഇത് നല്ലപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം. ഒട്ടും തന്നെ തിളക്കാൻ അനുവദിക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പായസം പിരിഞ്ഞു പോകും. 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. അധികം ലൂസും അല്ല അധികം തിക്കും അല്ല. ഈ ഒരു പാകത്തിലാണ് പായസം കുടിക്കാൻ നല്ലത്. തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് പായസം കുറുകി വരും. അപ്പോൾ ഈ ഒരു പാകത്തിലെടുത്താൽ മതി. ഇനി പായസത്തിലേക്ക് അണ്ടി മുന്തിരി ഒന്ന് വറുത്തിടാം. വറുത്തിടാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓണായി കൊടുക്കാം. കടായി ഇതാ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണാണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇഷ്ടമല്ലാത്തവർ ചേർത്ത് കൊടുക്കണമെന്നില്ല. അതുകൂടി ചേർത്താൽ നല്ലതാണ്. ഒരു ഗോൾഡ് കളർ ആകുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് ഇതാ ഇവിടെ നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അണ്ടിപ്പരിപ്പ് നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രഥമൻ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് കുക്കറിൽ തയ്യാറാക്കിയിട്ടുള്ളത്. സദ്യക്ക് മാത്രമല്ല, നമുക്കൊരു പായസം കഴിക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രഥമൻ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഓണത്തിന് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും. അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി പുതിയ നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.